നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ പുതിയൊരു സ്ട്രാറ്റജിയാണ് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഈ സ്ട്രാറ്റജി നമുക്ക് ടെസ്റ്റ് ചെയ്ത് ട്രയൽ ആൻഡ് എറർ നടത്തി കറക്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെസ്റ്റിംഗ് ആണ് ആക്ച്വലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് എടുക്കുന്നത് ജസ്റ്റ് ഒരേ ഒരു ക്വാണ്ടിറ്റിയിലാണ്. നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിയൽ ഫീൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് നിങ്ങളൊരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്ത് അതിൽ നിങ്ങൾ കോൺഫിഡൻസ് ആകുന്നവരെ പൈസ കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഇന്ന് എൻട്രി എടുത്തതിൻ്റെ ലോജിക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ല രീതിയിൽ താഴത്തേക്ക് പുഷ് ചെയ്തു. ഇവിടെ നമുക്ക് കാണാം ഇന്നലത്തെ ദിവസമൊക്കെ ഈ പർട്ടിക്കുലർ പോയിൻ്റ് വന്നപ്പോൾ മാർക്കറ്റ് തിരിച്ച് നല്ല പുഷാണ് മുകളിലേക്ക് കൊടുത്തേക്കുന്നത്. ഞാനെല്ലാം ഒന്ന് ഹൈഡ് ചെയ്തിട്ട് കാണിക്കാം. ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിൽ മുകളിലേക്ക് പുഷ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും നമുക്കൊന്ന് ബാക്കിലേക്ക് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ താഴത്തേക്ക് നല്ല ഡൗൺവേർഡ് പുഷും അതുപോലെ തന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുകളിലേക്ക് നല്ല പുഷും നമുക്ക് ഇവിടെ കിട്ടിയതായിട്ട് കാണാം. ഇത് കുറച്ച് ഹിസ്റ്റോറിക്കലി ബാക്കിലേക്ക് നോക്കിയാലും കണ്ടോ, ഇവിടെ വന്ന് കട്ട് ചെയ്ത് താഴെ ഇറങ്ങി തിരിച്ചത് റീടെസ്റ്റ് എടുത്തു താഴത്തേക്ക് പുഷ് ചെയ്തു. ഇവിടെ വന്ന് ടച്ച് ചെയ്തു മുകളിലേക്ക് പുഷ് ചെയ്തു, മുകളിലേക്ക് പുഷ് ചെയ്തു. ഇത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഏരിയയിൽ കാണുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴൊക്കെ മാർക്കറ്റ് മുകളിലേക്കൊരു പുഷുണ്ട്. സോ ദാറ്റ് അതൊരു പ്രധാനപ്പെട്ട പ്രൈസ് ഏരിയ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ നമുക്ക് കാണാം കട്ട് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി വീണ്ടും ഇവിടെ വന്നു, ആ റേഞ്ചിനുള്ളിൽ വന്നപ്പോൾ താഴത്തേക്ക് പുഷ് ചെയ്തിറക്കി. സോ ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഇതിനെ കട്ട് ചെയ്ത് മുകളിൽ കയറിയപ്പോൾ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്കും പോയി. അപ്പോൾ മുകളിൽ നിന്ന് മുകളിലേക്കും അതുപോലെ തന്നെ താഴത്ത് പോയി കഴിയുമ്പോൾ താഴത്തേക്കും അവിടെ ഒരു പുഷ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഒരു ഏരിയ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ട് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് താഴത്തേക്ക് പുഷ് ചെയ്തു, അതിവിടെ വരെ പോയിട്ട് വീണ്ടും മുകളിലേക്ക് വന്നു, അപ്പോഴും താഴത്തേക്ക് പുഷ് ചെയ്തു, അതിനുശേഷം അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണ്. സോ ദാറ്റ് ഈ ഒരു ഏരിയ ഒരു ഡിസിഷൻ ഏരിയ ആണ്. ഒന്നുകിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ ഒരു ലോയും കട്ട് ചെയ്ത് താഴത്തേക്ക് തന്നെ പോകണം. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെയും കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. സോ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് താഴെ ഇന്ന് പോയിട്ടില്ല. ഒപ്പം 5 മിനിറ്റിലേക്ക് വന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 5 മിനിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഇവിടെ വരെയാണ് വന്നത്. അത് നമ്മളിവിടെ കണ്ടു, ഈ ഒരു റേഞ്ചാണ്. കട്ട് ചെയ്ത് താഴത്തേക്ക് പോകുന്നില്ല. ഒപ്പം തന്നെ 5 മിനിറ്റിൽ നമുക്ക് താഴത്തേക്ക് കണ്ടിന്യൂസ് പുഷ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഈ ഒരു ക്യാൻഡലിനെ റിവേഴ്സ് കിട്ടി മുകളിലേക്ക്. ആ ഒരു റിവേഴ്സിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എൻട്രിയാണ് ഇന്ന് എടുത്തേക്കുന്നത്. ഞാൻ ഓർഡർ ബുക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാം. മാർക്കറ്റ് ഓർഡർ അല്ല നമ്മൾ ഇന്ന് എടുത്തത്, മറിച്ച് സ്റ്റോപ്പ് ലോസ് ഓർഡറാണ്. നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചു 326.60. ലിമിറ്റ് പ്രൈസ് സ്റ്റോപ്പ് ലോസ് പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്തു. ലിമിറ്റ് പ്രൈസ് ആയിട്ട് 326.65 നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എൻട്രിക്ക് ശേഷം നമുക്കിവിടെ കാണാം സംഭവിച്ചേക്കുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് പുഷ് ചെയ്തു ഒരു മുൻ വോളിയത്തേക്കാൾ കൂടിയ വോളിയത്തിൽ ഇവിടെ ഒരു പുഷ് നടന്നു. ദാറ്റ് മീൻസ് അവിടെ കുറച്ചധികം ആൾക്കാർ മാർക്കറ്റ് അങ്ങോട്ട് തന്നെ പോകുമെന്ന വിചാരത്തിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ട്രാപ്പിലായിട്ടുണ്ട്. ഇതാണ് ട്രാപ്പ് ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസിലും നമ്മൾ കാണുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്. അതിനെ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ വളരെ ശക്തമായി ആ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തു വിത്ത് ഹയർ വോളിയം. നമുക്കിവിടെ കാണാം മുന്നിലത്തെ ക്യാൻഡിലിൽ 605 വോളിയം ഉള്ളപ്പോൾ ഈ ക്യാൻഡിലിൽ വന്നിട്ട് അത് 800-ന് മുകളിലായി. വിത്ത് ഹയർ വോളിയം അത് ബ്രേക്ക് തന്നു. അവിടെയാണ് നമ്മൾ നമ്മുടെ എൻട്രി പോയിൻ്റ് വെച്ചിരുന്നത്. ഇനി നമ്മൾ സ്റ്റോപ്പ് ലോസ് കണക്ക് കൂട്ടിയേക്കുന്നത്, ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല, കണക്ക് കൂട്ടിയേക്കുന്നത് ഈ ഒരു പ്രൈസ് ലൈനിൻ്റെ താഴെയാണ്. ഓക്കെ, അതിലേക്ക് വരുന്നത് 0.78% ആണ്. പക്ഷേ ഇനി നമ്മൾ അത്രയും നീട്ടി വെക്കേണ്ട കാര്യം വരത്തില്ല. ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴത്ത് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടെ ഇനിയിപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ ഇടേണ്ട ആവശ്യകത വരുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത് ഇന്നലെ കിട്ടിയ ഹയർ റെസിസ്റ്റൻസ് ഇവിടെ വരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ എൻട്രി എടുത്ത പോയിൻ്റിൽ നിന്ന് 1.5% ഉണ്ട്. അതായത് നമ്മളെടുക്കുന്ന സ്റ്റോപ്പ് ലോസ് നമുക്കറിയാം 0.5% ആണ് ആക്ച്വലി സ്റ്റോപ്പ് ലോസ്. അങ്ങനെയാണെങ്കിൽ 1:3 റിസ്ക് റിവാർഡിൻ്റെ ഒരു ട്രേഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇവിടെ ഒരു കൺസോളിഡേഷൻ ഏരിയയായി വേണമെങ്കിൽ മാറാം. കാരണം ഇന്നലെ കാണാം താഴത്തേക്ക് പുഷ് ചെയ്തു, ഇവിടെ വന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പുഷ് ചെയ്തിരിക്കുന്നത്. സോ മാർക്കറ്റിന്
വലിയ രീതിയിൽ അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചധികം നേരം ഇവിടെ മാർക്കറ്റ് നിലനിന്നേക്കാം. അതിനുശേഷം ഈ ഒരു മേഖലയിലുള്ള സ്റ്റോപ്പ് ലോസും എടുത്തുകൊണ്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകാനാണ് സാധ്യത നമ്മൾ കാണുന്നത്. അതർവൈസ് മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും താഴത്തേക്ക് തന്നെ ഒരു പുഷ് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്ത് താഴത്തേക്കും പോയേക്കാം. ഈ രണ്ട് സാധ്യതയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്ന് എടുക്കാവുന്ന ഏറ്റവും ബെറ്റർ ഒരു എൻട്രി, അതായത് താഴത്ത് നിന്ന് വന്ന് റിവേഴ്സ് തന്നു ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻട്രി എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത എൻട്രി ശരിയാണോ അല്ലയോ എന്നതൊക്കെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് നമുക്ക് ലാഭം കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റിൽ ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്നൊരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഏതൊരു ട്രേഡും എടുക്കാൻ. അപ്പോൾ 50% സാധ്യത മാത്രം നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡിനും നമ്മൾ കണ്ടാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓർഡർ ഒന്ന് പ്ലേസ് ചെയ്യാം. നമ്മൾ ടാർഗറ്റായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് കിട്ടിയേക്കുന്നത് 32-ലാണ്. അതുകൊണ്ട് തന്നെ 31.50 ഇതിലേക്ക് വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യുകയോ ടച്ച് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ 31.50 വരെ വരുമെന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ അങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്യാൻ പോവുകയാണ്. ടാർഗറ്റ് ഓർഡർ ഇടുന്നത് നമ്മളിപ്പോൾ ഇവിടെ ബൈയിങ് ആണ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ സെല്ലിംഗ് ഓർഡറാണ് നമ്മുടെ ടാർഗറ്റ് ഓർഡർ. ഇവിടെ വന്നിട്ട് ടാർഗറ്റ് ഓർഡർ നമുക്കറിയാം, അത് സ്റ്റോപ്പ് ലോസ് ഓർഡർ അല്ല, മറിച്ച് എപ്പോഴും ലിമിറ്റ് ഓർഡറാണ്. അപ്പം മാർക്കറ്റ് പ്രൈസ് എന്നുള്ള അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലിമിറ്റ് ആകും. ലിമിറ്റ് ഓർഡർ എപ്പോഴും ഇപ്പോൾ നിൽക്കുന്ന പ്രൈസിന് മുകളിലാണ് നമ്മൾ വെക്കാറുള്ളത്. അപ്പോൾ 331.50 നമ്മുടെ ടാർഗറ്റ് അതാണ്, 331.50. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുവാണ്. ആ പ്രൈസ് എത്തിയാൽ നമുക്ക് സെല്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളവിടെ എൻട്രി സെൽ ഓർഡർ ഇട്ടു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അവിടെ വരെ മാർക്കറ്റ് എത്തിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1.48% ആണ്. ഈ ഒരു ടാർഗറ്റ് നമ്മൾ ഒരുപക്ഷെ ഇന്ന് ട്രയൽ ചെയ്തേക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ കുറച്ച് നേരത്തിന് ശേഷം നമ്മളിവിടെ പ്ലേസ് ചെയ്യും. ആ സ്റ്റോപ്പ് ലോസ് ഓർഡറിനെ 1:1 2 കയറ്റി വെച്ചുകൊണ്ട് നമ്മൾ ടാർഗറ്റിനെ വീണ്ടും നീട്ടിക്കൊണ്ടുപോകും. അതായത് സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ ടാർഗറ്റ് നമ്മൾ ട്രയൽ ചെയ്യും. ഇനി നമ്മളിവിടെ ഡോമിലെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അതുപോലെ ഈ ഡോമിൽ നമുക്കിനി തൊട്ട് ഇവിടെ കാണാം 327.10 14,000 ഓർഡർ കിടപ്പുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 14,000 പോലെ വലിയൊരു ഫിഗർ ഈ സൈഡിൽ കാണുന്നില്ല. ബൈയിങ് സൈഡ് അത്രയും വലിയൊരു ഫിഗർ കാണുന്നില്ല. പക്ഷേ സെല്ലിങ് സൈഡ് 27-ൽ 15,000 ഓർഡർ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ ഓർഡർ എവിടെയാണോ ഉള്ളത് അതിനെ ക്യാച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് അങ്ങോട്ട് പോകുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 26.60-ലാണെങ്കിലും ഇത് 27-ലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ വലിയ ഓർഡർ ബൾക്ക് ഓർഡർ എവിടെ കിടക്കുന്നു അങ്ങോട്ട് മാർക്കറ്റ് അത് എടുക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുന്ന ഈ ഡോമിൻ്റെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ 26-ഉം ഈ സൈഡിൽ 30-ഉം ഒക്കെയാണ് കാണിക്കുന്നത്. സോ ഹയർ സൈഡ് ഏതാണോ കാണിക്കുന്നത് അങ്ങോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡയറക്ഷൻ നമ്മുടെ ഡയറക്ഷനാണ്, അങ്ങോട്ടേക്ക് മാർക്കറ്റ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഏതായാലും കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നത് കൊണ്ടിട്ട് നമുക്ക് എന്നിട്ട് ഇടയ്ക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറും കൂടെ വെക്കാൻ പോവുകയാണ്. കാരണം ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോകുന്നത്. 324.20 പ്രൈസ് റേഞ്ചിലാണ് വെക്കാൻ പോകുന്നത്. അത് ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിൻ്റെ തൊട്ട് താഴത്താണ്. ഇവിടെ വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ വരെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇനി അതിനെയും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോവുകയാണെങ്കിൽ ആ ലോസ് നമുക്ക് എടുക്കണം. കാരണം ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ആ ലോസ് എപ്പോഴും പ്രോഫിറ്റ് കിട്ടാവുന്നതിനേക്കാളും 2 മടങ്ങിൽ താഴെ ആയിരിക്കണം. അപ്പോൾ ലോസ് കുറവും പ്രോഫിറ്റ് എല്ലായ്പ്പോഴും കൂടുതലും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 2.45 രൂപ ലോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് സെല്ല് ചെയ്ത് പോകണം. അതാണ് നമുക്ക് ലാഭകരം. അപ്പോൾ കൂടുതൽ ലോസ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ സ്റ്റോപ്പ് ലോസ് ഓർഡർ വെച്ച് കൊടുക്കാൻ പോവാണ്. അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സെൽ ഓർഡർ വിൻഡോ എടുത്തിട്ട് ട്രിഗർ ചെയ്തിട്ട് മാത്രമാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ വെക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ എപ്പോഴും ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസിൻ്റെ താഴത്താണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പ്രൈസ് വരുന്നത് 324.20. അതിൽ കൂടുതൽ ലോസ് നമുക്ക് എടുക്കണ്ട. അപ്പോൾ 324.20 അവിടെ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് സെല്ല് ചെയ്ത് മാറണം. നമ്മളപ്പോൾ അത് വെച്ച് കൊടുക്കുവാണ്.
ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ മുമ്പിലിരിക്കണമെന്ന് ഒരു നിർബന്ധവും. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുമ്പോൾ മാർക്കറ്റിൽ അത് സെല്ലായി പൊക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അലർട്ട് വരുകയും ചെയ്യും. നമുക്കത് ആ സമയത്ത് മൊബൈൽ റിങ് ചെയ്യുമ്പോൾ അറിയാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്തിട്ടിട്ടുണ്ടാകണം എന്ന് ഉറപ്പ് വരുത്തുക, ഇല്ലെങ്കിൽ അതറിയാൻ മാർഗ്ഗമില്ല. നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റ് വരുന്നത് 331.50 അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ പോയിൻറ്റിനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു അലർട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ചിട്ട് അറിയാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് അവിടെ എത്തിയപ്പോൾ മാർക്കറ്റ് ഉള്ളത്. അതിൻ്റെ കണ്ടീഷൻസ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുകയോ അതുപോലെ തന്നെ ടാർഗറ്റ് ട്രയൽ ചെയ്ത് കൂടുതൽ പ്രോഫിറ്റിന് വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ ആ ഏരിയ വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1:2 അവിടെ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് നമുക്ക് ആ ഒരു പ്രൈസ് നമുക്ക് കാണാവുന്ന 330. 330 ഒരു അലർട്ടും കൂടെ വയ്ക്കാം. എന്നിട്ട് അത്രയും നേരത്തേക്ക് നമ്മൾ പിന്നെ നോക്കേണ്ട ആവശ്യകത വരുന്നില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അലർട്ട് ഇട്ടതിന് ശേഷം പോകാം. അലർട്ട് അടിച്ചതിന് ശേഷം മാത്രം നമ്മളത് നോക്കിയിട്ട് മറ്റ് വേണ്ട തീരുമാനങ്ങൾ എടുത്താൽ മതി. അപ്പോൾ 5 ഇയേഴ്സിൽ അലർട്ട് വയ്ക്കുന്നത് ഇങ്ങനെയാണ്. ONGC സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ് കിടന്നുവെച്ചത്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സെലക്ട് ചെയ്തു. വാല്യൂ വരുന്നത് 330. നമുക്ക് ഈ ഒരു പ്രൈസ് ലൈനിനെ ക്രോസ് ചെയ്യുമ്പോഴാണ് കിട്ടേണ്ടത്. അപ്പോൾ 330 ആകുമ്പോൾ നമുക്ക് അറിയണം. നമ്മളിവിടെ ക്രിയേറ്റ് അലർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രിഗർ ആകുന്ന സമയത്ത് അലർട്ട് അടിച്ചോളും. അപ്പോൾ ഒന്നുകിൽ ഇന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കും, അല്ലെങ്കിൽ ടാർഗറ്റ് എടുക്കും. ഇനി ഈ വെച്ചതിനകത്ത് നമ്മൾ താഴത്തേക്കുള്ളത് ഒരു കാരണവശാലും മാറ്റുന്നുണ്ടാവില്ല. നേരെ മറിച്ച് മുകളിലേക്കുള്ളത് അത് നമുക്ക് അനുകൂലമാണ്. മുകളിലേക്ക് മാറ്റും തോറും നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടും. അത് മുകളിലെ ടാർഗറ്റ് നമ്മൾ കയറ്റി കൊണ്ടുപോകുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ എൻട്രി പ്രൈസിന് മുകളിലേക്ക് എത്രമാത്രം കൊണ്ടുവരാമോ അത്രമാത്രം കയറ്റി വെച്ചുകൊണ്ടായിരിക്കും ടാർഗറ്റിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതായത് മാർക്കറ്റ് പിന്നീട് റിവേഴ്സ് ആയാലും നമുക്ക് മിനിമം നമ്മൾ എടുത്ത പ്രൈസിന് മുകളിലൊരു പ്രൈസ് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മുടെ പൊസിഷൻ ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ ട്രിഗർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന ഒരു ലോയും ഹൈയും പിന്നെ ഒരു സിങ്ങും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സിങ് ഹൈ ക്ലിയർ ചെയ്ത് മുകളിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനുള്ള സാധ്യതയാണ് ഡോമിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ബൈയിങ് സൈഡ് കുറവും സെല്ലിങ് സൈഡ് കൂടുതലും. അപ്പോൾ സെല്ലിങ് സൈഡ് എപ്പോൾ കൂടുതൽ നിൽക്കുന്നോ ആ സമയത്തൊക്കെ മാർക്കറ്റ് മുകളിലേക്ക് കയറി വരാനുള്ള സാധ്യതയാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം 30,000 ഓർഡർ സെല്ലിങ് സൈഡിലും 19,000 ഓർഡർ ബൈയിങ് സൈഡിലുമാണ് ഉള്ളത്. അപ്പോൾ ബയ്യേഴ്സ് എല്ലാം കൂടെ മാർക്കറ്റിനെ താഴത്തേക്ക് വലിക്കും. ഈ ഓർഡറുകളെല്ലാം ലിമിറ്റ് ഓർഡറുകളാണ്. അതായത് ഈ പ്രൈസ് വന്നാൽ മാത്രമേ ഇവർ ബൈ ചെയ്യത്തുള്ളൂ. നേരെ മറിച്ച് ഈ സൈഡിൽ കാണുന്നതെല്ലാം അതുപോലെ തന്നെ ലിമിറ്റ് സെല്ലിംഗ് ഓർഡറുകളാണ്. ഈ പ്രൈസ് വന്നാലേ ഇവർ വിൽക്കത്തുള്ളൂ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ഏകദേശം ഒപ്പത്തിനൊപ്പം ഇപ്പോൾ ഇവിടെ 25, ഇവിടെ 12, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സൈഡിലാണോ വളരെയധികം കൂടുതൽ ആൾക്കാരുള്ളത് ആ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നേരത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ട്രേഡ് എടുത്തിട്ടിപ്പോൾ 2 മണിക്കൂറോളം കഴിയുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം
ഈ സ്വിംഗ് ഹൈയെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ലൈനും അതേപോലെ തന്നെ ഡേ ഹൈയും കട്ട് ചെയ്ത് മുകളിലേക്ക് പോകും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ. ഇപ്പോൾ നമ്മളുടെ ആ ലോജിക്ക് പ്രകാരം എടുക്കുന്നതിൻ്റെ ഗുണം നമ്മൾ കണ്ടല്ലോ. ഇതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകൾ നോക്കിയിട്ട് നമ്മൾ ലോജിക്ക് പ്രകാരം എടുത്താലുള്ളത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇനിയും ഇവിടുന്നും താഴത്തേക്ക് പോയി സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്ത് ഡയറക്ഷൻ മാറി പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ആ ഒരു സാധ്യത കൂടുതലുള്ളതെന്ന് തോന്നുന്ന സൈഡിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിനിയിപ്പോൾ ഇൻഡെക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഇൻഡെക്സും കാലത്തെ ഫസ്റ്റ് ക്യാൻഡലിന് ശേഷം നല്ലൊരു ഡൗൺഫോൾ തന്നു. ഇവിടെ നമുക്ക് കാണാം ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു പ്രധാന പ്രൈസ് ആക്ഷൻ പോയിൻ്റാണ്. അവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം വീണ്ടും മുകളിൽ കയറി ഇന്നലത്തെ ലോ ഒപ്പം ഇന്നലത്തെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു ഇത് രണ്ടും. ജസ്റ്റ് ഒരു ലൈനല്ല ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, മറിച്ച് ഒരു പ്രൈസിൻ്റെ ഒരു ഏരിയയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ കയറിയതിന് ശേഷം വീണ്ടും അവിടെ ഒരു റീടെസ്റ്റ് സപ്പോർട്ട് കൺഫർമേഷൻ എടുത്തു. അതിന് ശേഷം മുകളിലേക്ക് വന്ന് സ്വിംഗ് ഹൈയും കട്ട് ചെയ്തു. ദെൻ ഇത് ഡേ ഹൈയും കട്ട് ചെയ്ത് ഇന്നലത്തെ റെസിസ്റ്റൻസിൽ ചെന്നിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത് ഇന്നലെ ആയിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഓൾ ടൈം ഹൈയെ. അത് ഇന്ന് പുതുക്കിയിട്ടുണ്ട്. ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വിത്ത് ഹൈ വോളിയം ക്യാൻഡിലാണ് അവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഒരു സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഏരിയയിൽ കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തിട്ടായിരിക്കാം ഒരുപക്ഷെ വീണ്ടും മുകളിലേക്ക് തന്നെ പുതുക്കി പോകും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കും അതേ പാതയിൽ തന്നെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ സ്റ്റോക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയയിലേക്ക് എത്തിയപ്പോൾ നമുക്കിവിടെ കാണാം വലിയൊരു പുഷ് മുകളിലേക്ക് വരുന്നുണ്ട്. സോ ഇനി ഈ ഒരു ഹൈയും കട്ട് ചെയ്ത് നമ്മുടെ ഡേ ഹൈ വളരെ തൊട്ടടുത്താണ്, അതും കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയേക്കാം. ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഡേ ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്നലത്തെ ഓൾ ടൈം ഹൈയെയും മാർക്കറ്റ് ഓൾറെഡി ഇന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു സ്വിങ്ങിന് ശേഷം ഇത് മുകളിലേക്കുള്ള യാത്ര തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇന്ന് ഈ ഒരു ടാർഗറ്റാണ് നമുക്ക് ഹിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് സാധാരണ 0.5% ആണ്. അത് വരുന്നത് 325-ലാണ്. ഇപ്പോൾ നിൽക്കുന്നത് 327.10-ലാണ്. ഇനിയിപ്പോൾ തിരിച്ച് പോന്നു കഴിഞ്ഞാൽ ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോരണം. അതേപോലെ ഈ ലോ ക്ലിയർ ചെയ്യണം. ഇതും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ നമ്മുടെ 0.5%ലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യും. അതിപ്പോഴല്ല. ഇന്നത്തെ ഈ ഒരു സ്വിംഗ് ഹൈ ഇവിടെ നമുക്ക് കാണാം. ഈ ഹൈ ക്ലിയർ ചെയ്തു ഓൾറെഡി. എന്നിട്ട് ഒരു റീടെസ്റ്റ് ഇവിടെ തന്നു ഈ പ്രൈസ് ആക്ഷൻ ലൈനിൽ. അതിനെ ക്ലിയർ ചെയ്ത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ തൊട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രയലിങ് ആരംഭിക്കാവുന്നതാണ്. പിന്നെ നമ്മളുടെ 1:2 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിൽക്കുകയാണ് 2.33-ലാണ് ഇവിടെ വെച്ചേക്കുന്നത്. നമ്മുടെ ആക്ച്വൽ നമ്മൾ നോക്കിയേക്കുന്നത് 1:3 അടുത്താണ്. ഓക്കെ, ഇനി ഇത് 1:2 ആണ്. നമ്മളുടെ ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിലേക്ക് മാർക്കറ്റ് വരുവാണെങ്കിൽ ഏകദേശം 1:2 ആണ്. ഇവിടെ ടച്ച് ചെയ്യുന്ന സമയം തൊട്ട് നമുക്ക് നമ്മുടെ എൻട്രി പ്രൈസിന് മുകളിലേക്ക് 1:1-ലേക്കോ അതുപോലെയുള്ള അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് ട്രയൽ ചെയ്യാവുന്നതാണ്. അതിന് വരേണ്ടത് 328.30 നമ്മുടെ 1:1. അപ്പോൾ ഈ ലൈനിനെ കട്ട് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ തൊട്ട് നമുക്ക് 0.5 തൊട്ട് സ്റ്റോപ്പ് ലോസ് ട്രയലിംഗ് ആരംഭിക്കാം. ഓക്കെ, എന്തായാലും സമയം 2 മണിക്കൂറോളം കഴിഞ്ഞ് നമ്മൾ എൻട്രി എടുത്തിട്ട് മാർക്കറ്റിന് ഇനി ഒരു 3.5-4 മണിക്കൂറോളം സമയം അവശേഷിക്കുന്നുണ്ട്. സോ നല്ലൊരു മൂവ് മുകളിലേക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഒരു ക്യാൻഡിൽ അവസാനിച്ച് കണ്ടു കാണും. ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിൽ മുകളിലേക്ക് പുഷ് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് കിട്ടി. പിന്നെ റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ തന്നെ അതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ട് അവസാനിച്ചിട്ടുണ്ട്. മുകളിലേക്ക് തന്നെയാണ് നല്ല പുഷ് കിട്ടിയേക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ഇന്നലത്തെ ഹൈയൊക്കെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ വിത്ത് ഹൈ വോളിയം അത് മുകളിലേക്ക് നല്ലൊരു പുഷാണ് തന്നേക്കുന്നത്. സോ ദാറ്റ് ഇത് ഇന്നതങ്ങ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ആ ഒരു ലക്ഷണമാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്കിലും അതുപോലൊരു മൂവ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. നമുക്കെന്തായാലും 330 അലർട്ട് വെച്ചിട്ടുണ്ട്. അലർട്ട് അടിച്ചതിന് ശേഷം ഇനി നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയലിംഗ് ആരംഭിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ,
ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് 2 പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മറ്റൊന്നുമല്ല, ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ടോട്ടൽ റേഞ്ച് അതുപടി അളന്ന് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തു. അതാണ് ഈ കാണുന്നത്. ഈ 2 റേഞ്ചുകളുടെ പ്രൈസ് ആക്ഷൻ പോയിന്റുകളുടെ കൃത്യം മധ്യഭാഗമാണ് നമ്മളിവിടെ അളന്നേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നെക്സ്റ്റ് ലെവൽ ഇവിടെ വരെ മാർക്കറ്റിന് പോകാം. ഇനി അവിടെ വരെ പോകുന്നില്ലെങ്കിൽ പോലും ഇതിൽ വന്ന് ടച്ച് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതയും മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായിരിക്കും മാർക്കറ്റിൽ നിന്ന് പെരുമാറുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഡേ ഹൈ, സ്റ്റാർട്ടിംഗ് ക്യാൻഡിലെ ഡേ ഹൈ ഉണ്ടായിരുന്നത് 328.65 2 ക്യാൻഡിലുകൾക്ക് മുന്നേ വലിയൊരു വോളിയത്തിൽ തന്നെ 348 വോളിയം. അതിന് മുമ്പത്തെ ക്യാൻഡിൽ 100K വോളിയം ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ 348 വോളിയത്തോടു കൂടി അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേ ഹൈ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റെസിസ്റ്റൻസ് നമുക്ക് വരേണ്ടത് 330-ലാണ്. അപ്പോൾ അവിടെ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും? ഇവിടെ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ തൊട്ട് തന്നെ ട്രയൽ ചെയ്ത് തുടങ്ങാം. 325 നമ്മളുടെ 0.5% വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ മാർക്കറ്റ് അങ്ങോട്ട് പോകുന്നില്ല, നമ്മുടെ ടാർഗറ്റിലേക്ക് പോകുന്നില്ല എങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സോ 325 നമ്മൾ ട്രയൽ ചെയ്യുവാണ്. അപ്പോൾ പ്രൈസ് 325 ട്രിഗർ അടിച്ചാൽ അത് സെല്ല് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തു. ഇനി അലർട്ട് ട്രിഗർ ആയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഒപ്പം തന്നെ നമുക്ക് ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതാണ് മധ്യഭാഗം. കഴിഞ്ഞ ദിവസത്തെ സെയിം റേഞ്ച് മുകളിലേക്ക് അളന്നിട്ട് അതിൻ്റെ മധ്യഭാഗമാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് പിവോട്ട് പോയിൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, പിവോട്ട് പോയിൻ്റ് സെയിം ഏരിയ വന്നേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആ റേഞ്ച് ഇവിടെ കണ്ടുപിടിച്ചായിരുന്നു, അത് അടയാളപ്പെടുത്തി. അപ്പോൾ അതിനടുത്ത് തന്നെയാണ് നെക്സ്റ്റ് പിവോട്ട് പോയിൻറ്റും വരുന്നത്. അപ്പോൾ ഈ പിവോട്ട് പോയിൻറ്റുകൾ മറ്റെന്തൊക്കെയോ കണക്ക് വെച്ചിട്ട് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. സെയിം നമ്മളിവിടെ അളന്നെടുക്കുന്ന കണക്കും അതും ഏകദേശം സെയിം തന്നെയാണ്. സോ ഇവിടെ വരെയൊക്കെയാണ് മാർക്കറ്റിന് ഇനി റെസിസ്റ്റൻസ് അനുഭവപ്പെടാവുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ ഒന്ന് ട്രാപ്പ് ചെയ്ത്, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്യാൻഡലിൻ്റെ വോളിയം കണ്ടോ, മുൻ ക്യാൻഡലിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ താഴത്തേക്ക് ആരൊക്കെയോ ഇനി മാർക്കറ്റ് തിരിഞ്ഞു പോകുമെന്ന പ്രതീക്ഷയിൽ സെല്ല് ചെയ്യുവാണ്. അപ്പോൾ ഇവരെയൊക്കെ ട്രാപ്പ് ചെയ്ത് മാക്സിമം ലിക്വിഡിറ്റി ഇവിടെ ആയി കഴിയുമ്പോൾ ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് വീണ്ടും പോകും. അങ്ങനെയാണ് മാർക്കറ്റ് ഇങ്ങനെ സ്വിങ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റ്ലി മാർക്കറ്റ് വൺ സൈഡ് മൂവ് ചെയ്യില്ലാത്തത്. ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് പോകും, എന്നിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് മുകളിലേക്ക് പോകും. അതാണ് മാർക്കറ്റിൻ്റെ ആക്ച്വലി പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ഷെയർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡോമിൽ കാണാൻ പറ്റുന്നുണ്ട് 28.80 20,000 ഓർഡേഴ്സ് കിടപ്പുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സെല്ലിംഗ് സൈഡിൽ 40,000-ഉം ബൈയിങ് സൈഡിൽ 21,000-ആണ്. അപ്പോൾ ഓൾ ടൈം ഹൈ, ഇന്നത്തെ ഓൾ ടൈം ഹൈ വെച്ചേക്കുന്നത് 28.75-ആണ്. അതുതൊട്ട് മുകളിലേക്ക് നല്ല സെല്ലിംഗ് ഓർഡേഴ്സ് ഉണ്ട്. സോ ദാറ്റ് അവിടെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. ബയേഴ്സ് കുറവാണ്, സെല്ലേഴ്സ് കൂടുതലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം അവിടെ എന്താ നടക്കുന്നതെന്ന്. പ്രൈസ് ആക്ഷൻ ലൈനുകൾ നമ്മൾ ട്രേഡിങ്ങിൽ വരയ്ക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ഒരു ചാർട്ട് കാണുന്ന ഏതൊരാൾക്കും സിമ്പിളി മനസ്സിലാക്കാവുന്നതാണ്. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ചാർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി വരച്ചതാണ് ഈ ഒരു ലൈൻ. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് കട്ട് ചെയ്ത് പോന്നു. ഇവിടെ വന്നപ്പോൾ മറ്റൊരു പ്രൈസ് ആക്ഷൻ ലൈൻ ഉണ്ടായിരുന്നു. ഇവിടെ സപ്പോർട്ട് എടുത്തു. ഇവിടെ എത്തിയതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്തു. അതിനുശേഷം വീണ്ടും താഴത്തേക്ക് വന്നു. നമുക്കിവിടെ കാണാം കഴിഞ്ഞ ദിവസത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വരച്ച ഒരു പ്രൈസ് ആക്ഷൻ ലൈനാണ്. താഴത്ത് പോയിട്ട് തിരിച്ച് താഴത്തുനിന്ന് മുകളിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വന്നപ്പോൾ വീണ്ടും സെല്ലിംഗ് പ്രഷറുണ്ട്. താഴത്തേക്ക് മാർക്കറ്റ് വീണ്ടും ഫോളോ ചെയ്തു. അതിനുശേഷം വീണ്ടും അതിനെ കട്ട് ചെയ്ത് മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇത് സപ്പോർട്ടായി മാറുവാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട്. അത് ഇതാണ്. അപ്പോൾ ഒരിക്കൽ സപ്പോർട്ട് ആയിരുന്നതിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസായി മാറും. അതേ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് അത് സപ്പോർട്ടായി മാറും.
ഇന്ന് നമുക്കറിയാം ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ റെസിസ്റ്റൻസ് ആയി, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഇപ്പോഴും മാർക്കറ്റ് ആ റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ മാർക്കറ്റിന് മുകളിലേക്ക് പോകാനായിട്ട് കൺഫർമേഷൻ നമുക്ക് കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈനിനെ കവർ ചെയ്ത് മുകളിലൊരു ക്ലോസിങ് തന്നെ, അതിനുശേഷം താഴത്തേക്ക് വരുന്ന ഒരു പുഷ്, ഒരു റീടെസ്റ്റ് പലപ്പോഴും വരാറുണ്ട്, വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതർവൈസ് വന്നാൽ ആ റീടെസ്റ്റിൽ ഇതിനെ പിന്നീട് ബ്രേക്ക് ചെയ്യാതിരിക്കുക. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നിന്ന് താഴത്തേക്ക് പുഷ് ചെയ്തു, ഇവിടെ വന്ന് റീടെസ്റ്റ്, അവിടെ വീണ്ടും ഇത് ബ്രേക്ക് ചെയ്യാതെ താഴത്തേക്ക് തന്നെ പോന്നു. എന്നാൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഇത് ബ്രേക്കായി മുകളിൽ കയറി വീണ്ടും താഴത്തേക്ക് പോകാൻ നോക്കിയിട്ട് പറ്റിയില്ല, ഇവിടെ സപ്പോർട്ട് കിട്ടി മുകളിലേക്ക് തന്നെ പോയി. ഈ ഒരു പ്രക്രിയ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൽ, ഇപ്പോൾ ലാസ്റ്റ് വൺ ക്യാൻഡിലിൽ നമുക്ക് കാണാം വോളിയം കുറച്ച് ഹൈ ആയിട്ട് വന്നിട്ടുണ്ട്. 219K വോളിയം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം പേര് ഇവിടെയും ട്രാപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഇനി 1-2 ക്യാൻഡിൽ വെച്ചിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ട്രാപ്പിലായവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ആ ഒരു ലിക്വിഡിറ്റി കിട്ടുമ്പോഴാണ് മാർക്കറ്റിന് നന്നായിട്ട് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഇത് ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റെഫറൻസ് പോയിന്റുകൾ ഹിസ്റ്റോറിക്കലി നോക്കിയെടുക്കാനില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റേഞ്ചിനെ മുകളിലേക്ക് അടയാളപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മധ്യഭാഗവും എടുത്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. അപ്പോൾ അതേ ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് അവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ബ്രേക്ക് ചെയ്ത് ഈ ലൈനിന് മുകളിൽ ക്ലോസിംഗ് തന്നിട്ട് വേണം മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ. ഇതൊക്കെ കുറച്ചധികം കാലത്തെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെറിയ കാര്യങ്ങളായിട്ട് കുറച്ചധികം കാലം കൊണ്ട് പഠിച്ച് നമ്മൾ ഓക്കെ ആയി എന്ന് എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നത് ആ സമയത്ത് വേണം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഫുൾ എമൗണ്ടൊക്കെ അലോക്കേറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. മറ്റാരും പറഞ്ഞു തന്നിട്ടല്ല, നമുക്ക് സ്വയമേ തോന്നും. കുറേ കാലം മാർക്കറ്റ് കണ്ടിരിക്കുമ്പോൾ ഏതൊരാൾക്കും ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുവരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, വലിയ നഷ്ടങ്ങൾ വരുത്താതിരിക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് എങ്ങോട്ട് പോയാലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ മാർക്കറ്റ് 1:2 330 ടച്ച് ചെയ്താൽ നമ്മൾ ബ്രേക്ക് ഈവന് മുകളിലേക്ക് ട്രയൽ ചെയ്യും. പിന്നീട് നമുക്കിന്ന് ലോസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് വരെയെങ്കിലും മാർക്കറ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണാം താഴത്തേക്ക് നല്ല രീതിയിലൊരു പുഷ് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് സപ്പോർട്ട് ലൈനാണ്. അവിടെ വന്നപ്പോഴത്തേക്കും വീണ്ടും ബൈയിങ് പ്രഷറായി. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു ഹൈ വോളിയം ക്യാൻഡിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ട്രാപ്പിംഗ് എന്ന് പറഞ്ഞു, ഇവിടെ ബയ്യേഴ്സ് ട്രാപ്പായോ എന്നൊരു സംശയം ചിലർക്കെങ്കിലും തോന്നാം. ആക്ച്വലി ഇവിടെ ബയ്യേഴ്സ് ട്രാപ്പായേക്കുന്നല്ല, ഈ ക്യാൻഡിൽ ശരിക്കും പുഷ് ചെയ്തേക്കുന്ന കണ്ടല്ലോ, റെഡ് ക്യാൻഡിൽ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ അതുപോലെ തന്നെ വലിയ വോളിയത്തിൽ താഴത്തേക്ക് പുഷ് ചെയ്തേക്കുവാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ക്യാൻഡിൽ പച്ച ക്യാൻഡിലായിട്ട് അവസാനിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വോളിയം നമ്മളിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് കൂടുതൽ സെല്ലേഴ്സാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടിട്ടാണ് ഇവിടെ നമുക്ക് കാണാം നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ആയതിനു ശേഷം ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു മൂവ് മുകളിലേക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ വലിയൊരു മൂവ് മുകളിലേക്ക് നടത്തിയേക്കുന്ന ക്യാൻഡിലിൻ്റെ വോളിയം ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാകും വളരെ തുച്ഛമായ വോളിയേ ഉള്ളൂ, 76K വോളിയം അവിടെ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് വന്നേക്കുന്ന ക്യാൻഡിലുകളിലൊക്കെ ചെറിയ വോളിയം തന്നെ, പക്ഷേ ക്യാൻഡിൽ മുകളിലേക്കാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനി ഈ ഒരു ഹൈ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേജർ റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യതയുള്ളത് ഇവിടെയാണ്. അത് പറയാൻ കാരണം ഇപ്പോൾ 12:41 സമയമായിട്ടുള്ളൂ. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി 3.5 മണിക്കൂറോളം അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ 3.5 മണിക്കൂർ അവശേഷിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് പിന്നെ വരാനുള്ള സമയമുണ്ട്. ഇനി നമ്മൾ ഇൻഡെക്സ് നോക്കിയാലും ഇതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ സപ്പോർട്ടും കിട്ടി, തിരിച്ച് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാനുള്ളൊരു പരിശ്രമത്തിലാണ് അതും നടക്കുന്നത്. ഇതും ബ്രേക്ക് ചെയ്താൽ ഇൻഡെക്സും ഇന്ന് ഈ ഒരു റേഞ്ചിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഒപ്പം തന്നെ നമ്മൾ ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 40,000 വോളിയം കാണിക്കുന്നുണ്ട് സെല്ലിംഗ് സൈഡ്. ബയ്യിങ് സൈഡിൽ കേവലം 5,000 വോളിയം കാണിക്കുന്നുള്ളൂ. സോ ഇവിടെ കണ്ടല്ലോ 28.50 23,000 ഓർഡർ കിടപ്പുണ്ട്. അതുപോലൊരു വലിയ വോളിയം നമ്മളുടെ ബയ്യിങ് സൈഡിലില്ല, സെല്ലിംഗ് സൈഡിൽ അത്രയും ഹ്യൂജ് വോളിയം കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ സപ്പോർട്ട് ലൈനിൽ വീണ്ടും വളരെയധികം നേരം താഴത്തേക്ക് വന്ന വളരെ പതുക്കെയാണെങ്കിലും
ഇവിടെ വന്നിട്ട് ഹൈലി ഒന്ന് പുഷ് ചെയ്ത് നോക്കി, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പോവുകയാണ്. ഒപ്പം നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞ റേഞ്ച് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇതിന് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ സ്റ്റോക്കിൽ നല്ല മൊമെൻറ്റം വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു റിട്ടേൺ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇനി എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കാം നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട്. 1 മണിക്കൂർ 17 മിനിറ്റും കൂടെ മാർക്കറ്റിന് ടൈമുണ്ട്. സോ ദാറ്റ് നമുക്കിന്ന് നമ്മുടെ ടാർഗറ്റ് എന്തായാലും നമ്മൾ മാറ്റുന്നില്ല, ഇത് തന്നെയാണ് ടാർഗറ്റ്. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി ഒരു 30 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1:1 സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് 1 പോർഷൻ, അതായത് നാളെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ള അത്രയും ഒരു പ്രോഫിറ്റ് ഇന്നത്തെ മാർക്കറ്റിൽ നിന്ന് മിനിമം നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്കൊന്ന് മാറേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. 1 മണിക്കൂറിലധികം സമയം ഇനിയും അവശേഷിക്കുന്നുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഇപ്പോൾ ഒരു ക്രൂഷ്യൽ പോയിന്റിൽ നിൽക്കുവാണ്. നമുക്കിവിടെ കാണാം ഡേ ഹൈയുടെ തൊട്ടടുത്ത് മാർക്കറ്റുണ്ട്. ഒരു 30-35 പൈസ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡേ ഹൈ ബ്രേക്ക് ആവും. അപ്പോൾ ഇവിടെ നല്ല സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നീട് നല്ലൊരു മൂവ് നമുക്ക് മുകളിലേക്ക് കിട്ടാം. ഒപ്പം തന്നെ ഇനിയും 1 മണിക്കൂറോളം അവശേഷിക്കുന്നുണ്ട്. സോ നല്ല ചാൻസ് ഉണ്ട് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ. ഇവിടെ ഡോമിൽ നോക്കുകയാണെങ്കിലും ഇവിടെ 45,000 സെല്ലിംഗ് സൈഡിലും 32,000 ബൈയിങ് സൈഡിലും ഉള്ളതാണ് കാണാൻ പറ്റുന്നത്. ഒപ്പം 28.50 നമുക്ക് കാണാം 15,000 ഓർഡർ കിടപ്പുണ്ട്. അതൊന്ന് ക്ലിയറായി കിട്ടിക്കഴിഞ്ഞാൽ ഇത് മുന്നിലേക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്തേക്കാം. ഇന്നത്തെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ വന്നേക്കുന്നത് ഇപ്പോൾ 28.45 അത് 50 ക്രോസ് ചെയ്ത് പോയാൽ നല്ലതാണ്. ഇൻഡെക്സും ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഏരിയ ഒന്ന് ബ്രേക്ക് ആയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മുടെ സ്റ്റോക്ക് അങ്ങനെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വിത്ത് ഹ്യൂജ് വോളിയം ക്യാൻഡിലാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മുകളിലേക്ക് അത് പുഷ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ചെറുതായിട്ടെങ്കിലും ഉണ്ടാകേണ്ടത് 330 നമുക്കിവിടെ കാണാം. ഇതാണ് ആ ഒരു ലെവൽ. അപ്പോൾ ആ ലെവലിനെ കട്ട് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ട് പിന്നെയും മുകളിലേക്ക് തന്നെയാണ് പോയേക്കുന്നത് കഴിഞ്ഞ ദിവസം. അതും 1 മണിക്ക് ശേഷമാണ്. ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്. സോ വലിയൊരു മൂവ് വൺ സൈഡഡായിട്ട് നടത്തിക്കഴിഞ്ഞാലാണ് മാർക്കറ്റിന് ഇനി അങ്ങോട്ടേക്ക് എത്താനുള്ള സമയം ഉള്ളത്. കുഴപ്പമില്ല, സമയമുണ്ട് ആക്ച്വലി. ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് നമ്മളുടെ 1:2 നമ്മളുടെ ടാർഗറ്റ് ലെവൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അലർട്ട് അടിച്ചതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അപ്പോൾ 1:2 അത് ട്രിഗർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. 1:2 മാർക്കറ്റ് ടച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ എടുത്തിട്ട് 1:1 അല്ലെങ്കിൽ നിയറസ്റ്റ് സ്വിംഗ് ലോയിലേക്ക് വെക്കാം. കാരണം ഇനിയിപ്പോൾ മാർക്കറ്റ് തിരിച്ചു പോന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് 1:1 നമുക്കിന്ന് കിട്ടിയാൽ നല്ലത് തന്നെ. അപ്പോൾ എന്തായാലും ഹൈ വോളിയം വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഒരു പുഷ് താഴത്തേക്ക് വരുമോ ഇല്ലയോ നമുക്കറിയാൻ പാടില്ല. എന്നിരുന്നാലും നമ്മളിതാ ഈ ലെവൽ വരെ 1:1 നമ്മൾ കയറ്റി വയ്ക്കുന്നില്ല. ഈ ഒരു ലെവൽ വരെ നമ്മൾ ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് ബ്രേക്ക് ഈവൻ. എന്നിനിപ്പോൾ പ്രോഫിറ്റൊന്നും കിട്ടിയില്ല എന്നൊരു കണക്കൂട്ടലെടുത്താൽ മതി. നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ഈവനിലേക്ക് ട്രയൽ ചെയ്യുവാണ്. നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. 1:2 മുകളിൽ അതൊരു റെസിസ്റ്റൻസ് ഏരിയയും കൂടിയാണ് ഈ ലൈൻ. അപ്പോൾ അതിന് മുകളിൽ ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വീണ്ടും മുകളിലേക്ക് തന്നെ 1:1 ട്രയൽ ചെയ്യുന്നുണ്ടാവും. ഇനിയിപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിഫ്റ്റി അറ്റ് ദ സെയിം ടൈം ഇൻഡെക്സ് താഴത്തേക്കൊരു പുഷാണ് തന്നേക്കുന്നത്. സോ മാർക്കറ്റ് രണ്ട് ഡയറക്ഷൻ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായിരിക്കും അവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇന്നിനിപ്പോൾ മാർക്കറ്റ് ഏത് വഴി പോയാലും നമ്മളെ ബാധിക്കത്തില്ല. കാരണം നമുക്ക് ഇന്നിനി ലോസ് ഇല്ല. നമ്മൾ എന്തൊക്കെയായാലും ചാർജസ് അടക്കം കൊടുത്തു കഴിഞ്ഞാലും ചില്ലറ പൈസ നമുക്ക് പ്രോഫിറ്റിലായിരിക്കും എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമോ എന്ന്, അല്ലെങ്കിൽ ഇതിന് മുകളിൽ ഇന്ന് ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം ഇനി മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ഉള്ള സമയം
ഒരു 50 മിനിറ്റോളം ഇനിയും മിച്ചമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു വോളട്ടൈൽ മൂവ് നടത്തിയാൽ ഇതും തട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിന് മുകളിലേക്ക് ഇനിയും പോകാം. സോ ദാറ്റ് നമുക്ക് ഇതിന് മുകളിൽ ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് 1:2 വെച്ചിട്ട് നമുക്ക് ടാർഗറ്റിനെ മുകളിലേക്ക് ട്രയൽ ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ധൈര്യമായിട്ട് മുകളിലേക്ക് 1:1 ടാർഗറ്റ് ചെയ്യാം. 328.30 അപ്പോൾ നമ്മൾ 1:1 ട്രയൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളുടെ പ്രൈസ് ആക്ഷൻ ലൈനിലേക്ക് ഹൈ വെച്ചതിന് ശേഷം തിരിച്ചു വന്ന് റീടെസ്റ്റ് നടത്തി, അതിന് ശേഷം വീണ്ടും മാർക്കറ്റ് തിരിഞ്ഞ് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുവാണ്. സോ ഇനി ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ മാർക്കറ്റ് താഴത്തേക്ക് തന്നെ പോരാം. ഇനിയിപ്പോൾ താഴത്തേക്ക് പോന്നാൽ തന്നെ നമുക്ക് 1:1 മിനിമം കിട്ടണം. അതല്ല എങ്കിൽ 1:3 ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇനി മാർക്കറ്റ് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊരു 3 മണി സമയം വരെ, ഒരു 10 മിനിറ്റും കൂടെയാണ് നമുക്കുള്ളത്. 3 മണിയാകുമ്പോൾ നമ്മൾ എന്തായാലും എന്ത് പൊസിഷനിലാണേലും അത് എക്സിറ്റ് എടുക്കും. കാരണം വേറൊന്നുമല്ല, അതല്ല എങ്കിൽ നമ്മുടെ ബ്രോക്കർ ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യും. അപ്പോൾ അതിനുള്ള ചാർജസ് ഒരു 50 റുപ്പീസ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ചാർജും ചെയ്യും. അപ്പോൾ 3 മണി വരെയാണ് നമുക്ക് ടൈം. 3 മണിക്കും 3:15 ഇടയ്ക്ക് അവരെപ്പോൾ വേണേൽ സ്ക്വയർ ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് 3 മണിയോടുകൂടെ നമ്മൾ തന്നെ സ്ക്വയർ ഓഫ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ തന്നെ നമ്മുടെ പൊസിഷൻ ക്ലിയർ ആകാൻ സാധ്യതയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1:1 ഇന്ന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ട്രയലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ ടാർഗറ്റ് ഓർഡർ വെച്ചേക്കുന്നത് മറന്നു പോകാൻ പാടില്ല. അത് നമ്മൾ ക്യാൻസൽ ചെയ്തോണം. അതല്ലെങ്കിൽ തിരിച്ചു വന്ന് അതിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി വീണ്ടും നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്രയേ ഉള്ളൂ. സംഭവം കഴിഞ്ഞു. 1:2 ടച്ച് ചെയ്തു. അതിന് ശേഷം തിരിച്ചു വന്ന് 1:1 ട്രയൽ ചെയ്തു. അത് നമുക്ക് ഹിറ്റായി. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ എക്സിറ്റ് എടുക്കാമായിരുന്നു, പക്ഷേ 1:3 പോകാൻ സാധ്യതയൊക്കെ ഉണ്ട്. പോകത്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വെച്ചത് അവിടെ തന്നെ വെച്ചു. ട്രയലും സ്റ്റോപ്പ് ലോസ് കയറ്റിയിട്ടത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഒരു പോർഷൻ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മതി, ധാരാളമാണ്. ഈ സമയത്ത് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾ ടൈം ഹൈ വെച്ചിട്ട് പിന്നീട് വന്ന സെല്ലിംഗ് പ്രഷറിൽ താഴത്തേക്ക് പോകുന്നേക്കുവാണ്. അപ്പോൾ ഇതാണ് ഇൻഡെക്സ് ഇന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ പറയുന്ന പ്രൈസ് ആക്ഷനിൽ അതിൻ്റെ ഇമ്പോർട്ടൻസും ലോജിക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൊന്ന് ആവശ്യപ്പെടാം കേട്ടോ. അപ്പോൾ കണ്ടിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.